ഹലോ പത്തരമാറ്റിൻ്റെ ഇന്നത്തെ പ്രൊമോ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ അനി എടുത്തു വന്നിട്ട് അവന്തിക പറയുന്നുണ്ട്, ഇനിയിപ്പോൾ അനാമികയെ അവളെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം, അതിന് കുറച്ച് ക്യാഷ് കൊടുത്താലും വേണ്ടിയില്ല, അനാമികയായിട്ടുള്ള ബന്ധം ഒഴിവാക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ അനി പറയുന്നുണ്ട്, അതുപോലെ ആരും ആശ്രയമില്ലാത്തവർക്കോ അല്ലെങ്കിൽ അങ്ങനെ ജീവിക്കാൻ നിവൃത്തിയില്ലാത്തവർ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ക്യാഷ് കൊടുക്കുന്നത് പ്രശ്നമില്ല, അങ്ങനെ ഞാൻ കൊടുത്തിട്ടുമുണ്ട്. അതുപോലെ തന്നെയാണ് മുത്തശ്ശനും, പക്ഷേ അവൾക്ക് ക്യാഷ് കൊടുക്കുന്ന പ്രശ്നമില്ല, മുത്തശ്ശനും അത് ഇഷ്ടമല്ല എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അനാമികയുടെ മനസ്സെന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും അവന്തിയുടെ മനസ്സെന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും അനാമികയായിട്ടുള്ള ബന്ധം ഒഴിവാക്കിയിട്ട് തനിക്ക് ഇനിയിപ്പോൾ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ടാണ് അവന്തിക ഇങ്ങനെ പറയുന്നു. പിന്നെ അതുപോലെ തന്നെ അവന്തിക ഒരു ഗിഫ്റ്റൊക്കെ വാങ്ങി ഓടി സന്തോഷത്തിൽ അനിക്ക് കൊണ്ട് കൊടുക്കുന്നു. അപ്പോൾ ഒരു സ്വർണ്ണ മോതിരമാണ്. അപ്പം അനി ചോദിക്കുന്നുണ്ട്, ഇതെന്താ ഗിഫ്റ്റ്, ഇതെന്താ സ്വർണ്ണമാണോ? പിന്നെ സ്വർണ്ണമല്ലാതെ മൂർത്തീസ് ജ്വല്ലറി സ്വർണ്ണക്കടയുടെ MD ആയിട്ട് സ്വർണ്ണം കണ്ട തിരിച്ചറിയില്ല എന്നൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ ആ ഒരു ഗിഫ്റ്റൊക്കെ അനിയുടെ കയ്യിലിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഭയങ്കര സ്നേഹവും ഒക്കെ, പതിവില്ലാത്തതിൽ കൂടുതൽ സ്നേഹം അവന്തിക പ്രകടിപ്പിക്കുകയാണ്. അപ്പോൾ അനിയടുത്ത് പറഞ്ഞിട്ട്, അനിയേട്ടൻ പുറത്തോട്ട് പോവുകയാണെങ്കിൽ ഞാനും കൂടെ കൂടട്ടെ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല ഞാൻ മറ്റൊരാവശ്യത്തിന് പോകാമെന്ന് പറഞ്ഞ് അവന്തിയെ ഒഴിവാക്കിയിട്ട് അനി പോകുന്നുണ്ട്. അപ്പോൾ കവളത്തേക്കൊരു തട്ട് കൊടുത്തിട്ടാണ് അനി പോകുന്നത്. പക്ഷേ അനി അങ്ങനെ മനസ്സിൽ അവന്തിയെ മറ്റൊരു രീതിയിൽ കണ്ടിട്ടുകൂടിയില്ല. പക്ഷേ അവന്തിയേക്ക് അങ്ങനെയല്ല, പക്ഷേ അത് അനി അറിയുന്നില്ല കേട്ടോ. പക്ഷേ എങ്കിൽ അനിക്കൊരു സംശയം തോന്നുന്നുണ്ട്. അങ്ങനെ അനി നേരെ പോകുന്നത് നന്ദുവിനെ കാണാനായിട്ടാണ്. അവർ തമ്മിൽ ഇങ്ങനെ ഒരു ബീച്ചിൽ രണ്ടുപേരും കൂടെ നിൽക്കുകയും സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ തന്നെ അവന്തിയ അവരെ ഫോളോ ചെയ്ത് പിന്നാലെ കൂടുകയും, അപ്പോൾ നന്ദുവായിട്ട് നിന്ന് കാണുന്നതും സംസാരിക്കുന്നതൊക്കെ അവന്തിയെ കാണുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്നിട്ട് മാറി നിന്നിട്ട് അവന്തിയെ ഫോൺ ചെയ്യുന്നു അനിയേട്ടനിപ്പോൾ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഞാനിങ്ങനെ പുറത്താണ്. അപ്പോൾ ആരോടൊപ്പം? നന്ദുവിനൊപ്പം. അല്ല എന്ന് പറയുകയാണ്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞ് ഇതുപോലെ അനിയേട്ടൻ ഇതിന് നന്ദുവായിട്ടൊന്ന് സംസാരിക്കുന്നുണ്ടെന്ന് പറയാണ്. ആരാ അത് പറഞ്ഞതെന്നൊക്കെ ചോദിക്കുകയാണ്. പിന്നീട് അങ്ങനെ പെട്ടെന്ന് തന്നെ അനി കാര്യമൊക്കെ പറഞ്ഞ്, ഇനിയിപ്പോൾ നമ്മളുടെ ഒരു കൂടിക്കാഴ്ച അതിനി അവൾ വിഷയമാക്കുമെന്ന് അറിയില്ലെന്നൊക്കെ പറഞ്ഞാൽ അവിടുന്ന് അനി അവർ നന്ദുവും കൂടിക്കാഴ്ച കഴിഞ്ഞ് തിരിച്ചനി വീട്ടിലേക്ക് വരുന്ന സമയത്ത് അവന്തിക ചോദിക്കുന്നുണ്ട്, അന്ന് അനിയാണ് അവളെ കാണാൻ നന്ദുവിനെ കാണാൻ പോയിരുന്നായിരുന്നു ഇല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നിൻ്റെ അടുത്ത് ആര് പറഞ്ഞു, ആരാ കണ്ടതെന്ന് ചോദിക്കുമ്പോൾ, എൻ്റെ കണ്ണ് തന്നെയാണ് സാക്ഷി, ഞാൻ തന്നെ നേരിട്ട് കണ്ടതാണെന്ന് പറയുകയാണ്. അപ്പോൾ അതെ, അവൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, ഞാൻ അവളെ കാണുവാനായിട്ട് അങ്ങനെ പോയ വഴി കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് അനി പറയുകയാണ്. അപ്പോഴാണ് അവന്തിക തൻ്റെ മനസ്സിലെ ഇഷ്ടം തുറന്ന് പറയുകയാണ് അനിയെടുത്ത്. അതുപോലെ തന്നെ ആദർശാണെങ്കിൽ നന്ദുവിനെ വിളിച്ചിട്ട് ആ ഒരു ഫോട്ടോ ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അവർ വരച്ചത് ഫോട്ടോ അല്ല, ഒരു ഗ്രാഫിക് വരച്ചിട്ടുണ്ടായിരുന്നല്ലോ നാഗേന്ദ്രൻ്റെ, അത് കാണിക്കുന്നു. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, ഞാൻ അത് വെച്ചിട്ട് അന്വേഷണം തുടങ്ങാം, ചിലപ്പോൾ ഇയാളെ അഭിയേട്ടൻ അറിയായിരിക്കും എന്ന് കാണിച്ചു നോക്കാൻ. അപ്പോൾ പറഞ്ഞു, അഭിയെ കാണിക്കാൻ പറ്റില്ലല്ലോ, കാരണം അവൻ ജ്വല്ലറിയുടെ ആളായതുകൊണ്ടും ഇപ്പോഴത്തെ ആ ഒരു ശത്രുത വെച്ചിട്ടും കാണിക്കത്തില്ല, ഉണ്ടെങ്കിൽ അവൻ പറയില്ല. അപ്പോൾ നന്ദു പറയുന്നു, ഞാൻ എൻ്റെ വഴിക്കൊന്ന് അന്വേഷിക്കട്ടെ എന്ന് പറയുന്നു. അപ്പോൾ ഇയാളാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടുന്ന ആൾ, കിങ് കോബ്ര അങ്ങനെ എന്തോ പേരൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് കണ്ടുപിടിക്കണം. എന്നിട്ട് ആദർശ് പറയുന്നുണ്ട്, ചിലപ്പോൾ ഇയാൾ മുത്തശ്ശൻ്റെ ശത്രുവായിരിക്കാം, നമ്മുടെ ജ്വല്ലറി പണ്ടോ വർക്ക് ചെയ്ത് പോയതാകും, എനിക്കെവിടെയോ കണ്ടുപരിച്ചിട്ടുണ്ട്, കറക്റ്റായിട്ട് അറിയില്ല, എന്തായാലും അന്വേഷിക്കുന്നുണ്ടെന്ന് പറയുകയാണ്. പിന്നെ നന്ദുവും അന്വേഷിക്കാമെന്ന് പറയുന്നു. അപ്പോൾ എവിടെയോ കണ്ടുപരിച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഓർമ്മ വരുന്നുള്ളൂ, ഇനി അത് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇദ്ദേഹമാണ് ഇതിനെല്ലാം പിന്നിൽ നിന്ന് പറയുകയാണ്. അതുപോലെ തന്നെ അവന്തിയെ നേരിട്ട് എന്ന് അനി എടുത്ത് ആ ഒരു തൻ്റെ മനസ്സിലെ ഇഷ്ടം തുറന്ന് പറയുകയാണ്. അപ്പോൾ അനി പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ ആ ഒരു രീതിയിൽ തന്നെ കണ്ടിട്ടില്ല എന്ന് പറയുകയാണ് കേട്ടോ. അനി ഇപ്പോൾ ആകെ ധർമ്മസങ്കടത്തിലായിരിക്കുകയാണ്, ഇനിയിപ്പോൾ അവന്തികയുടെ ഒരു ഇഷ്ടം കൂടി അറിഞ്ഞു കഴിയുമ്പോൾ. അപ്പോൾ അവന്തിക പറയുന്നത്, എന്നെ ആ ഒരു സ്ഥാനത്ത് കാണണം എന്നാണ് പറയുന്നത്, എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണെന്ന് പറയുന്നു. പക്ഷേ അനി അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറുകയാണ്. അപ്പോൾ ഈ ഒരു ഇഷ്ടം പിറ്റേന്ന് തന്നെ അവന്തിക ഓടി നയനെ എടുത്തും ആദർശിനെ അവിടെ വീട്ടിൽ ചെല്ലുന്നു. അപ്പോൾ അവർ പറയുന്നുണ്ട്, നീ ഇത്രയും ദിവസമായിട്ട് ഇങ്ങോട്ടേക്ക് വന്നില്ലല്ലോ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ചടങ്ങിനും കൂടിയില്ല. അപ്പോൾ ഞാനൊരു കാര്യം പറയാനായിട്ടാണ് ഒന്നെന്ന് പറയുന്നു, ഞാനിങ്ങനെ എൻ്റെ ഒരു ഇഷ്ടം ഒരാളുടെ തുറന്നു പറഞ്ഞു. അനി എൻ്റെ മനസ്സിൽ ആ നന്ദു ഉണ്ടോയെന്നും അറിയില്ല, ഇപ്പോഴും അവർ തമ്മിൽ കാണുന്നുണ്ടെന്നാണ് എൻ്റെ സംശയം. അപ്പോൾ നയനെ പറയുന്നത്, അത് നടക്കില്ല, എൻ്റെ അമ്മയ്ക്ക് വെച്ചിനൊന്നും അത് ഇഷ്ടമല്ല, അവരെ നടത്താനും സമ്മതിക്കില്ല, അപ്പോൾ അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്യാമെന്ന് പറയുന്നു. അങ്ങനെ നയനെ വിളിച്ചിട്ട് മുത്തശ്ശിയായിട്ട് സംസാരിക്കുന്നു. പിന്നീട് അതുപോലെ അവന്തിക വന്ന് മുത്തശ്ശി ഇരിക്കുമ്പോൾ അവരുടെ അടുത്ത് പറയുന്നു. അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി, അവന്തിക മോളല്ലേ, അപ്പോൾ എനിക്ക് ആലോചിക്കാം അപ്പോൾ പറയുന്നുണ്ട്, ഇപ്പോഴത്തെ പെൺകുട്ടികൾ മറ്റൊരു വിവാഹത്തിന് സമ്മതിക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരു വീട്ടിലേക്ക് പോകാനും അവിടുത്തെ സാഹചര്യത്തിൽ പൊരുത്തപ്പെടാനും ഒന്നും ഇപ്പോൾ ആരും ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ്
കുട്ടികൾ വിവാഹ ജീവിതത്തിൽ നിന്ന് പിന്മാറുന്നത്. അപ്പോൾ ഇവിടെ തന്നെ കഴിയാനാണ് ഇഷ്ടം എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ അവരോടും ആഗ്രഹം തുറന്നു പറയുകയാണ്. അവർക്കൊക്കെ സന്തോഷമായി. അങ്ങനെ മുത്തശ്ശിയും മുത്തശ്ശനും കൂടെ ആ ഒരു വിവരം ജാനകിയെ അറിയിക്കുന്നു. ജാനകിക്ക് അതിലും സന്തോഷമാവുന്നു. ദേവയാനിക്ക് ഇഷ്ടമാവുന്നു, അജയന് ഇഷ്ടമാവുന്നു. അങ്ങനെ എല്ലാവർക്കും ഇഷ്ടമായി. അവന്തിക മോളെ അല്ലേ, അപ്പോൾ അബിയുടെയും ജലജയുടെയും ഒന്നും സ്വഭാവമല്ല അവന്തികയ്ക്ക് എന്നാണ് അവർ കരുതിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും ഭയങ്കര സന്തോഷം. അപ്പോൾ എല്ലാവരും പച്ചക്കൊടി കാണിച്ച സന്തോഷത്തിലാണ് അവന്തിക. പക്ഷേ അനിയുടെ മനസ്സിൽ നന്ദു അല്ലാതെ മറ്റാരും ഇല്ല. അനി അങ്ങനെ കണ്ടിട്ടുകൂടിയില്ല. അപ്പോൾ ഇനി അനി വരട്ടെ സംസാരിക്കാം എന്നൊക്കെ ജാനകി പറയുകയാണ്. അതുപോലെ ഭാവി മരുമകളുടെ അടുത്ത് പോയി സംസാരിച്ച് കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ് മോളെ, എനിക്ക് ഇഷ്ടമാണെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ സന്തോഷിച്ച് നിൽക്കുന്ന അവന്തിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ ആ ഒരു പ്രൊമോ അവസാനിക്കുന്നത്. ഓക്കെ.